ഏവർക്കും പ്രദർശനത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്മയെ അറിയാൻ എന്ന ലളിതാ സഹസ്രനാമ പരമ്പരയിലെ 10ാമത്തെ നാമമായിരിക്കുന്ന മനോരൂപേക്ഷു കോദണ്ഡ എന്ന നാമമാണ് കാണാൻ പോകുന്നത്. ഓം ഗം ഗണപതയേ നമ, ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ മഹാദേവിയേ നമ. അപ്പോൾ നമുക്ക് നാമത്തിലേക്ക് പോകാം. മനോരൂപേക്ഷു കോദണ്ഡ. അപ്പൊ ദേവിയുടെ ആയുധങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രാഗസ്വരൂപ പാശാഠ്യ, ക്രോധാകാരാങ്കുശോജ്വല എന്ന നാമങ്ങളിലൂടെ ആ രാഗത്തിന്റെ സ്വരൂപമായിരിക്കുന്ന പാശവും ക്രോധത്തിന്റെ ആകാരവുമായിട്ടുള്ള അങ്കുശം, ക്രോധാകാരമായിരിക്കുന്ന അങ്കുശവും ദേവി കൈകളിൽ ധരിച്ചിരിക്കുന്നു എന്ന് കണ്ടു. ഈ രണ്ട് ആയുധങ്ങളും, പാശം, രാഗസ്വരൂപമായിരിക്കുന്ന പാശം ദേവിയുടെ ഇടതുഭാഗത്തുള്ള കയ്യില്, ഇടതുഭാഗത്തുള്ള ബാക്കിലുള്ള കയ്യില്, രണ്ട് കൈകള് വരുന്നുണ്ട് ഓരോ തോളുകളിലായിട്ട്. അപ്പോ ഇടതുഭാഗത്ത് ബാക്കിലുള്ള കയ്യിലായിട്ടാണ് ആ പാശം ധരിച്ചിരിക്കുന്നത്. ആ വലത്തെ തോളിലെ ബാക്കിലുള്ള കയ്യിലായിട്ടാണ് അങ്കുശം ധരിച്ചിരിക്കുന്നത്. ഇന്ന് മനോരൂപേക്ഷു കോദണ്ഡ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ രൂപമാകുന്ന ഇക്ഷു കോദണ്ഡ, കോദണ്ഡം, കോദണ്ഡരാമൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ വില്ല് കയ്യിൽ ആയുധമായി ധരിച്ചിരിക്കുന്ന രാമൻ. അപ്പൊ കോദണ്ഡം എന്ന് പറയുന്നത് വില്ല്. ഇവിടെ എന്ത് കോദണ്ഡമാണ്? ഇക്ഷു കോദണ്ഡം. ഇക്ഷു എന്ന് വെച്ചാല് കരിമ്പ്. അപ്പോ ഇക്ഷു കോദണ്ഡം എന്ന് പറയുമ്പോൾ കരിമ്പിന്റെ വില്ല്. ആ കരിമ്പിന്റെ വില്ല് എങ്ങനെയുള്ള കരിമ്പിന്റെ വില്ലാണ്? മനസ്സിന്റെ രൂപമായിട്ടിരിക്കുന്ന കരിമ്പിന്റെ വില്ല് തന്റെ കൈകളിൽ ധരിച്ചവളാണ് ദേവി. അത് ഏത് കൈയിലാണ് ദേവി ധരിച്ചിരിക്കുന്നത്? ദേവിയുടെ ചിത്രം നോക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്തായിട്ട് ഫ്രണ്ടിലുള്ള കയ്യിലായിട്ടാണ് ആ മനോരൂപേക്ഷു കോദണ്ഡ, മനസ്സിന്റെ രൂപമായിരിക്കുന്ന കരിമ്പിൻ വില്ല് ദേവി ധരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ കരിമ്പിൻ വില്ല് മനസ്സിന്റെ രൂപമായിട്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ കരിമ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് അറിയാവുന്നതാണ്. അതിന് വളരെ കട്ടിയുള്ള പുറന്തോടാണ് ഉള്ളത്. ഇടക്കിടക്ക് ഓരോ മുട്ടുകളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നല്ല മാധുര്യമേറുന്ന ആ കഴമ്പ് ഇരിക്കുന്നത്. അപ്പോ ദേവിയുടെ കാര്യം അതുപോലെ തന്നെയാണ്. അതായത് തന്റെ ഭക്തന്മാർക്ക് അവള് ആ കരിമ്പിന്റെ ഉള്ളിലിരിക്കുന്ന ആ മാധുര്യം പോലെ അത്രത്തോളം സ്നേഹവതിയായിട്ടായിരിക്കും പെരുമാറുന്നത്. എന്നാൽ ആ ധർമ്മത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഭാഷണ്ഡന്മാരോട് അവളുടെ സമീപനം എന്ന് പറയുന്നത് കാഠിന്യമുള്ള സമീപനമായിരിക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇതുകൂടാതെ വേറെ അർത്ഥതലം പറയുകയാണെങ്കിൽ, നാവിന്റെ രുചി അറിയുന്നവന് ഹൃദയത്തിന്റെ രുചി അറിയാൻ സാധിക്കില്ല എന്നാണ് പറയണത്. അപ്പോ ആ ഹൃദയത്തിന്റെ ആ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ, മനസ്സിന്റെ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ അടക്കണമെന്ന് പറയും. അതിലെ ഒരു ഇന്ദ്രിയ സുഖമാണ് നമ്മുടെ നാക്കിൽ കൂടെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആ രസാസ്വാദനം എന്ന് പറയുന്നത്. അപ്പോ അത് അടക്കിയെങ്കിൽ മാത്രമാണ് മനസ്സിന്റെ രുചി അല്ലെങ്കിൽ ആ ഹൃദയത്തിന്റെ രുചി നമുക്ക് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയാം. അപ്പൊ അതെപ്രകാരമാണെന്ന് വെച്ചാൽ, ഈ കരിമ്പിന്റെ ആ പുറമെയുള്ള തോട് പോലെ ഹാർട്ടായിട്ടിരിക്കുന്ന ആ മനസ്സിന്റെ ആവരണങ്ങളെ, ആ ഇന്ദ്രിയങ്ങളിലോട്ട് ഒട്ടിപ്പിടിക്കാനുള്ള മനസ്സിന്റെ ത്വരയെ, ഇതെല്ലാം നമ്മൾ ഉരി മാറ്റി കഴിഞ്ഞെങ്കിൽ മാത്രമാണ്, അതെല്ലാം പൊളിച്ച് അല്ലെങ്കിൽ ഒരച്ച് കളഞ്ഞെങ്കിൽ മാത്രമാണ് ഉള്ളിലിരിക്കുന്ന ആ മാധുര്യത്തെ, ആ മനസ്സിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആ മാധുര്യത്തെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആ കോദണ്ഡം, ഇക്ഷു കോദണ്ഡമാണ് ദേവി കയ്യിൽ ധരിച്ചിരിക്കുന്നത്. അപ്പോ ആ മനസ്സിന്റെ രൂപം എന്ന് പറയുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവളാണ്, ചരാചരങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവൾ കൂടിയാണ് ആ ഭഗവതി എന്നുകൂടി നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി കരിമ്പിന്റെ വേറൊരു പ്രത്യേകതയാണെങ്കിൽ, കരിമ്പിന് ഒരുപാട് നാരുകൾ നമുക്ക് കാണാൻ സാധിക്കും. കരിമ്പിന്റെ ജ്യൂസൊക്കെ അടിക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ, ഇത് അമശിയിൽ കൂടി പോയി വരുമ്പോൾ ചണ്ടിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ നാരായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതേപോലെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്
സങ്കൽപക വികൽപാത്മക മനഃ എന്നാണ് പറയുന്നത്. സങ്കല്പവും വികൽപ്പവും ചെയ്യുന്നതാണ് മനസ്സ്. അപ്പൊ എന്താണ് സങ്കല്പം എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഒരു ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നു. ഇനി അതിനെപ്പറ്റി ഒരുപാട് ചിന്തകൾ അവിടെ വരും, വികല്പങ്ങൾ വരാന്ന് പറയും. ഒരുപാട് ചിന്തകൾ വരും. ഇപ്പോ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് നാളെ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി നാളെ പോവാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. പിന്നീട് ഉടനെ തന്നെ ചിന്തിക്കും, നാളെ പോവേണ്ട അത്യാവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ പോകും, ഏത് ഡ്രസ്സ് എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ പല ചിന്തകൾ അവിടെ വരും. അപ്പോൾ ഈ ചിന്തകൾ, വികല്പങ്ങൾ എന്ന് പറയുമ്പോൾ ചില സമയത്ത് യാതൊരു ലോജിക്കും ഇല്ലാത്ത വികല്പങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആചാര്യന്മാര് ആ വികല്പങ്ങളെ പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, വന്ദിയുടെ മകൻ കാനൽ ജലത്തില് നീരാടിക്കൊണ്ട് ആകാശകുസുമങ്ങളെ പറിച്ച് മുടിയിൽ ചൂടി മുയലിന്റെ കൊമ്പുകൊണ്ടുള്ള വില്ലുമായിട്ട് നായാട്ടിന് പോയി എന്ന് പറയും. അതേപോലെയാണ് ചിന്തകൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു ലോജിക്കും ഇല്ലല്ലോ അതില്. വന്ദിയുടെ മകൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വന്ദിക്ക് മകൻ ഉണ്ടാവുന്നത്? കാനൽ ജലം എന്ന് പറയുമ്പോൾ കാനൽ എന്ന് പറയുന്നത് എന്താ, ഈ നമ്മൾ റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ നല്ല ചൂടുള്ള സമയത്ത് റോട്ടിൽ ജലം കിടക്കണം എന്നുള്ള ഒരു തോന്നൽ വരുമല്ലോ. ആ പ്രതിഭാസമാണ്. അങ്ങനെയുള്ള അവിടെ ചെലവില്ലല്ലോ യഥാർത്ഥത്തില്. ഇനി ആകാശത്തിൽ നിന്ന് കുസുമങ്ങൾ, ആകാശത്തിൽ എവിടെയാണ് പൂക്കളിരിക്കുന്നത്? അതുപോലെ മുയലിന്റെ കൊമ്പ് കൊണ്ടുള്ള വില്ല് എന്ന് പറയുമ്പോൾ മുയലിന് എവിടെയാണ് കൊമ്പുണ്ടാവുക? ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതാണ് വികല്പങ്ങൾ. അപ്പൊ സങ്കല്പ വികല്പങ്ങൾ ചെയ്യുന്ന ആ മനസ്സ്, അനേകം ചിന്തകൾ ഉത്ഭവിക്കുന്ന മനസ്സിന്റെ പ്രതീകം പോലെയാണ് നിറച്ച് നാരുള്ള ഈ കരിമ്പിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ കരിമ്പിനെ തന്റെ വില്ലായിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നവളാണ് ദേവി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അർത്ഥതലമായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഉപനിഷത്തുകളൊക്കെ വെച്ചിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മനോരൂപേക്ഷു കോദണ്ഡ എന്നുള്ളതിനെ, ആ മനസ്സെന്ന് പറയുമ്പോൾ സങ്കല്പരൂപമായിട്ടുള്ള അന്ധകരണ വൃത്തി എന്ന് നമ്മളൊരു അർത്ഥം എടുക്കാം. രൂപം എന്ന് പറയുമ്പോൾ അവിടെ ആകൃതി അല്ലെങ്കിൽ സ്വഭാവം എന്നുള്ള അർത്ഥം എടുക്കണം. ഇക്ഷു എന്ന് പറയുന്നത് അഭിലഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ഇച്ഛിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു അർത്ഥതലം അവിടെ എടുക്കണം. കോ എന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്നും ഉണ്ടായത് എന്നുള്ളൊരർത്ഥം ആണ് എടുക്കേണ്ടത്. അണ്ഡ, അവിടെ കോദണ്ഡേനെ കോഹ പ്ലസ് അണ്ഡ, അങ്ങനെ ആ രീതിയിലാണ് പദം പിരിച്ചിട്ട് പറയുന്നത്. അർത്ഥതലം അല്പം വ്യത്യാസമുണ്ട്. അണ്ഡ എന്ന് പറയുന്നത് പശുമൃഗാദികളുടെ എല്ലാം ആ പ്രാദുർഭാവമായിട്ടുള്ള, ഉത്ഭവമായിട്ടുള്ള ആ അണ്ഡം അഥവാ പിണ്ഡം, ആ രൂപം. അപ്പോൾ ആ രീതിയിൽ ഉപനിഷപ്രകാരമുള്ളൊരു അർത്ഥതലം നമ്മൾ ഇതിനെ എടുക്കുകയാണെങ്കിൽ, ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ള മീനിങ് ആണ്. സാമാന്യ തലത്തിലുള്ള അർത്ഥതലമാണ് ആദ്യം പറഞ്ഞത്. ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ള മീനിങ് ആണ്. ഈ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സങ്കല്പരൂപത്തിലിരിക്കുന്നതായിട്ടുള്ള ആ മനസ്സിൽ നിന്നുമുള്ള ആ ഇച്ഛ, ആ മനോരൂപേക്ഷു, ആ ഇച്ഛയിൽ നിന്നും ആ പക്ഷിമൃഗാദികളുടെ എല്ലാം ഉത്ഭവമായിരിക്കുന്ന പിണ്ഡം അല്ലെങ്കിൽ അണ്ഡമായിട്ട് മാറിയത് എന്നുള്ള ഒരു അർത്ഥം വരും. അതായത് ആ ദേവിയുടെ സങ്കല്പമാകുന്ന ആ ഇച്ഛയിലൂടെയാണ് ആ പക്ഷിമൃഗാദികളുടെ എല്ലാം ആവിർഭാവമായിരിക്കുന്ന അണ്ഡം ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അണ്ഡം ജലത്തിൽ നിന്നുമാണ് വന്നത്. കോ എന്ന് പറഞ്ഞ ജലത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ ഈ ജലം എവിടെ നിന്നാണ് ഉണ്ടായത്? ആകാശം. ആദ്യം ആകാശത്തിൽ നിന്നാണ് പറയുന്നത്. ആകാശത്തിൽ നിന്നും വന്നതായിട്ട് പറയുന്നു. ആകാശത്തിൽ നിന്നും പിന്നെ വായു ഉണ്ടായി. അപ്പോൾ വായുവിന് ആകാശത്തിന്റെ ഗുണമുണ്ട്. ആ വായുവിൽ നിന്നും അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്നാണ് പിന്നീട് ഭൂമി. അപ്പൊ താഴേക്ക് വരുമ്പോൾ ഭൂമിക്ക് എല്ലാ ഇതിന്റെയും ഗുണങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ആ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ആ ജീവിയുടെ ഉൽപ്പത്തി, ആ പിണ്ഡമെന്ന, അണ്ഡമെന്ന ഉൽപ്പത്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ജീവികളുടെ ആ സങ്കല്പമാകുന്ന, തപസ്സാകുന്ന ആ ഇച്ഛയിലൂടെ ആ ജീവികളുടെ ഉൽപ്പത്തിയാകുന്ന ആ പിണ്ഡമായിട്ട്, അണ്ഡമായിട്ട് ഉത്ഭവിച്ചവളായതുകൊണ്ട് ആ ദേവിക്ക് മനോരൂപേക്ഷു കോദണ്ഡ എന്ന നാമം അവിടെ വരുന്നു എന്നുകൂടി പറയാം. അപ്പോൾ ഇത് ആണ് നമ്മൾ ഉപനിഷത്ത് പ്രകാരമായിട്ടുള്ള അർത്ഥം. മറ്റു രീതിയിൽ നമ്മൾ അർത്ഥം എടുക്കുകയാണെങ്കിൽ മനസ്സിന്റെ രൂപമാകുന്ന കരിമ്പിന്റെ വില്ല് ധരിച്ചവളാണ് ദേവി എന്ന് പറയണം.
അപ്പോൾ ആ മനസ്സിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കണം. സങ്കല്പ വികല്പാത്മകങ്ങളായിട്ടുള്ള ചെയ്യുന്നതായിട്ടുള്ള മനസ്സാണ്. അപ്പൊ മനസ്സിനെ പൂർണ്ണമായിട്ടും തന്റെ പരിധിയിൽ നിർത്താൻ സാധിക്കുന്നവളാണ്. തന്റെ ഭക്തന്മാരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവൾ കൂടിയാണ്. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള പല ഫലങ്ങളും ആ പ്രേരണകളും അവൾ നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്ത നാമത്തില് നമ്മൾ പറയും ആ വില്ലിലൂടെ നമ്മൾ തൊടുക്കാൻ പോകുന്ന ബാണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അടുത്ത നാമത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.